എല്ലാവർക്കും വാരാഹി അമ്മയുടെ പുതിയ പ്രെയറിലേക്ക് സ്വാഗതം. ഞാൻ പലപ്പോഴുമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, പലരും വാരാഹി അമ്മയെക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുപോലെ വാരാഹി അമ്മയുടെ പ്രെയർ എങ്ങനെ ജപിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ പലതരത്തിലുള്ള കൺസേൺസ്, അതായത് പലതരത്തിലുള്ളൊരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചും അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ വാരാഹി അമ്മയുടെ കാര്യത്തിൽ. എല്ലാവർക്കും അറിയുന്നത് പോലെ ദേവി അത്രയൊന്നും നമ്മളെ പരീക്ഷിക്കുകയൊന്നുമില്ല. വളരെ നല്ല ശുദ്ധമായ, നമ്മളെ നല്ല മനസ്സിലാക്കി നമ്മളോട് നല്ല നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം മകളായിട്ട് അല്ലെങ്കിൽ മകനായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദേവിയാണ് വാരാഹി ദേവി. അത് നമുക്ക് അത്രയും അടുത്തറിയുന്ന, അല്ലെങ്കിൽ ദേവിയുമായിട്ട് അത്ര ദേവിയുടെ മന്ത്രം ജപിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വെറുതെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാര്യം ദേവിയുടെ ആ ഒരു അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഇത്രയും നല്ല രീതിയിൽ പറയാൻ പറ്റുള്ളൂ. കാര്യം ദേവി നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തം, നമ്മുടെ വീട്ടിലൊരു മെമ്പർ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. കാര്യം നമ്മളെപ്പോഴും നമുക്ക് വേണ്ടിയല്ല, നമ്മളെല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരാളെ ചതിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 100 വട്ടം നിങ്ങൾ ചിന്തിക്കണം, അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണെന്ന്. ഒരിക്കലും നമ്മൾ ഒരാളെ ചതിക്കാനോ അല്ലെങ്കിൽ വെറുപ്പിക്കാനോ ഒന്നും പാടില്ല. അത് ഞാൻ ഈ പറയുമ്പോൾ ശരിക്കും നിങ്ങൾ ഏത് രീതിയിൽ എടുക്കണമെന്ന് എനിക്കറിയില്ല. നമ്മൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ സത്യസന്ധമായി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവും വരില്ല. അതേസമയം നമ്മളെ ചതിച്ചവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുന്നതാണ് വാരാഹി. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വാരാഹി അമ്മ എങ്ങനെയുള്ള ഒരു ഭഗവതിയാണെന്നുള്ളത്. പല നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്. വാരാഹി, പഞ്ചമി, ദണ്ഡനാഥ, അങ്ങനെ പലതരത്തിലുള്ള നാമങ്ങൾ. നിദ്രാദേവി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതായത് രാത്രി ദേവി. അതായത് ദേവി രാത്രിയാണ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടുണ്ടാവുക. അതുകൊണ്ട് രാത്രി ജപിക്കുന്ന മന്ത്രം വളരെ 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 പവർഫുള്ളാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. മിക്ക പേരും അതായത് സന്ധ്യാനാമം ചൊല്ലുന്നതിനൊപ്പം തന്നെ വാരാഹി ദേവിയുടെ മന്ത്രം ചൊല്ല് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രാത്രിയായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ പ്രെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ ടൈം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അതൊന്നും വിഷയമില്ല. പക്ഷേ ദേവിയുടെ മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി ജപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നാം എല്ലാവരും. അതായത് തൊഴിൽ ലഭ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് തൊഴിൽ ലഭ്യതയ്ക്കുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്താലും ചിലപ്പോൾ ജോലി ലഭിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വർക്കിനിടയിൽ ഉള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അലട്ടുന്നവരുണ്ട്. അതിനൊക്കെ ഏറ്റവും പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുകൂടാതെ സന്താന ലഭ്യത, പിന്നെ അതുപോലെ അതായത് പലർക്കും ഈ സാമ്പത്തിക ശേഷിയുടെ കാര്യം പറയാറുണ്ട്. ധനമുണ്ടെങ്കിലും കയ്യിൽ ഇരിക്കില്ല, അതിങ്ങനെ പോകും. അതല്ലെങ്കിൽ പണം വന്ന് ചേരുന്നില്ല എന്നുള്ള പരാതി. ചിലർക്ക് ഒരുപാട് കടം, പലതരത്തിലുള്ള പ്രതിസന്ധിയിലൂടെ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും ശക്തമായ ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, വാരാഹി അമ്മയുടെ മന്ത്രം ഈവൻ നമുക്ക് അശുദ്ധമുള്ള സമയത്ത് പോലും ജപിക്കാം. പൂജകളിൽ ഒരിക്കലും നമ്മൾ ഏർപ്പെടില്ല, പക്ഷേ നമുക്ക് മന്ത്രം ജപിക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവും ഇല്ല. മനസ്സിൽ ധ്യാനിക്കാം കേട്ടോ, അത് പ്രോപ്പറായിട്ട് ചെയ്യുക. പിന്നെ ദേവിയുടെ മന്ത്രം നമുക്ക് 21 തവണ എഴുതിയാലും അല്ലെങ്കിൽ 108 തവണ എഴുതിയാലും നല്ലതാണ്. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ എത്രയോ ആളുകൾ വന്നിട്ട് 108 തവണയൊക്കെ എഴുതി മാലയാക്കി, 1008 തവണയൊക്കെ എഴുതി മാലയാക്കി ദേവിയുടെ നടയിൽ സമർപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ദേവിയുടെ പടം വെച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ലൊരു കാര്യമാണ്. അപ്പോൾ പലരും ചെറിയ കുട്ടികളൊക്കെ, ഞങ്ങളൊക്കെ പണ്ട് ഇതുപോലെ എഴുതാറുണ്ട്. ഇങ്ങനെ എഴുതി ദേവിക്ക് സമർപ്പിക്കാറുണ്ട്. അതായത് ദേവിയുടെ നടയിൽ വെക്കുമ്പോൾ ഒരു സമാധാനമാണ് നമ്മുടെ ഒരു, അല്ലേ? അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ അല്ലാതെ വഴിപാടുണ്ട് കേട്ടോ. വഴിപാടെന്ന് പറയുന്നതിനായിട്ട് നാളികേര ദീപമാണ് ദേവിയുടെ നടയ്ക്കൽ വയ്ക്കുക. നവദീപമാണ് ദുർഗാദേവിയുടെ നടയ്ക്ക് വയ്ക്കുക. അതായത് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ 2 പ്രതിഷ്ഠയാണുള്ളത്. അതല്ലാതെ നാഗദേവവും പിന്നെ ഭഗവതി, ചാമുണ്ടേശ്വരി, അങ്ങനെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള വിഗ്രഹം ദുർഗാദേവിയുടെയും വാരാഹി അമ്മയുടെയാണ്. അപ്പം ദുർഗാദേവിയുടെ നടയിലാണ് നവദീപം വയ്ക്കുക.
ആ ദീപം തെളിയിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദുർഗാദേവിയുടെ നടയിൽ 3 തവണ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് 3 തവണ ആരതി ഒഴിഞ്ഞിട്ട് ചുറ്റമ്പലം ചുറ്റി ദുർഗാദേവിയുടെ നടയിൽ നവദീപം കൊണ്ട് സമർപ്പിക്കും. അതേപോലെ വാരാഹിയമ്മയുടെ നടയിൽ നാളികേര ദീപം 5 തിരിയിട്ട ദീപമാണ് ഓരോ നാളികേരത്തിനകത്തുള്ളത്. അതിങ്ങനെ ഈ തട്ടത്തിനകത്ത് അരി വെച്ചിട്ട് അരിയുടെ സപ്പോർട്ടിലാണ് ആ തേങ്ങ, നമ്മൾ പൊളിച്ച തേങ്ങ അങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് 5 തിരി ഇട്ടിട്ട് അത് തെളിയിച്ചിട്ട് അത് നമ്മൾ 3 പ്രാവശ്യം ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് വാരാഹിയമ്മയുടെ നടയിൽ ആരതി ഒഴിഞ്ഞിട്ട് ചുറ്റമ്പലം ചുറ്റി ദേവിയുടെ നടയിൽ സമർപ്പിക്കും. ഈ ഒരു കാര്യം 21 ദിവസം ചെയ്താലും കാര്യങ്ങൾ സാധിക്കും കേട്ടോ. അതിന് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാലും ദേവി പ്രസാദിക്കും. പക്ഷേ വിശ്വാസം, അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ ഇന്നത്തെ പ്രെയർ ഏതാണെന്ന് നോക്കാം. ഓം ശങ്കിന്യേ നമഃ. 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 ഓം ശങ്കിന്യേ നമഃ.